Next question. Obtain the dual of the following primal LP problem. Obtain the dual of the following primal LP problem. Maximize Zx is equal to x1 minus 2x2 plus 3x3 subject to the constraint constraints minus 2x1 plus x2 plus 3x3 equal to 2, 2x1 plus 3x2 plus 4x3 equal to 1, x1, x2, x3 greater than or equal to 0. ഇവിടെ പ്രോബ്ലം മാക്സിമൈസേഷൻ ആണ്. മാക്സിമൈസേഷൻ ആകുമ്പോൾ നമ്മൾ സാധാരണ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പറയുന്നത്, പക്ഷേ ഇവിടെ രണ്ടും ഇക്വാളിറ്റിയാണ്. അപ്പോൾ ഇവിടെ ആകെ രണ്ട് കൺസ്ട്രെയിൻസേ ഉള്ളൂ. അപ്പം ഡ്യുവലിൻ്റെ അകത്ത് രണ്ട് വേരിയബിൾസേ കാണുള്ളൂ. ഹിയർ the primal problem has only two constraints. So the dual has two variables y1 and y2 നമുക്ക് എടുക്കാം. ഇനി ഇവിടെ രണ്ടും ഇക്വാളിറ്റി ആയതുകൊണ്ട് രണ്ട് വേരിയബിൾസും അൺറെസ്ട്രിക്റ്റഡ് ഇൻ സൈനുമാണ്. സിൻസ് ദ ടു കൺസ്ട്രെയിൻസ് ആർ of equal to type, both y1 and y2 are unrestricted in sign. നമുക്ക് പറയാം രണ്ടും അൺറെസ്ട്രിക്റ്റഡ് ഇൻ സൈൻ ആയിരിക്കും. ഇവിടെ വേരിയബിൾസ് എല്ലാം നമുക്ക് മൂന്ന് വേരിയബിൾസ് ആണുള്ളത്. മൂന്നും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഫോമിലാണ് കിടക്കുന്നത്. അപ്പം ഇവിടുത്തെ വേരിയബിൾസ് എല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഡ്യുവൽ എടുക്കുമ്പോൾ അത് മിനിമൈസേഷൻ ആയതുകൊണ്ട് നമുക്കെല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയാൻ പറ്റും. ഇത് കാരണം ഇതെല്ലാം ഈ വേരിയബിൾസ് എല്ലാം നമുക്ക് അൺറെസ്ട്രിക്റ്റഡ് ആയിട്ടൊന്നുമില്ല. അതുകൊണ്ട് അവിടുത്തെ കൺസ്ട്രെയിനുകളെല്ലാം മിനിമൈസേഷൻ ആയതുകൊണ്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഫോമിലായിരിക്കും. അപ്പം നമുക്ക് ദ ഡ്യുവൽ പ്രോബ്ലം ഈസ്, ഡ്യുവലിൻ്റെ അകത്ത് മൊത്തം ഇവിടെ നമുക്ക് മൂന്ന് വേരിയബിൾസ് ഉള്ളതുകൊണ്ട് ഡ്യുവലിൻ്റെ അകത്ത് ഡ്യുവൽ ഹാസ് നമുക്ക് മൂന്ന് വേരിയബിൾസ് ഉള്ളതുകൊണ്ട് മൂന്ന് കൺസ്ട്രെയിൻസ് കാണും. ഹാസ് 3 constraints as the primal has 3 variables. as the primal has 3 variables എന്ന് പറയാം. Therefore the dual is minimize ആയി മാറും. minimize zy is equal to രണ്ട് വേരിയബിൾസേ വരുള്ളൂ, കാരണം രണ്ട് കൺസ്ട്രെയിൻസേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2ഉം 1ഉം ആണ് എടുക്കുന്നത്. മിനിമൈസ് 2y1 പ്ലസ് y2, b1ഉം b2 സബ്ജക്റ്റ് ടു വേരിയബിൾസിൻ്റെ കോയിഫിഷ്യൻറ്റുകളാണ്. ആദ്യം x1ൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറയുമ്പോൾ -2y1 പ്ലസ് 2y2. ഇവിടെ വേരിയബിൾസ് എല്ലാം സാധാരണ വേരിയബിൾസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് മിനിമൈസേഷൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കിത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയാം. ആദ്യത്തെ മാക്സിമൈസിൻ്റെ അകത്ത് ഇവിടുത്തെ കോയിഫിഷ്യൻ്റ് 1 ആണ്, അപ്പോൾ അത് 1. രണ്ടാമത്തേത് x2ൻ്റെ കോയിഫിഷ്യൻ്റ് ആണ്. അപ്പം y1 പ്ലസ് 3y2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2 വരും. കോസ്റ്റ് കോയിഫിഷ്യൻ്റ് രണ്ടാമത്തേത് -2 ആണ്. അടുത്തത് 3y1 പ്ലസ് 4y2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് വരും. ഇനി നമുക്ക് ഈ വേരിയബിൾസ് എല്ലാം നമുക്ക് രണ്ട് വേരിയബിൾസേ ഉള്ളൂ, പക്ഷേ ഇതിൻ്റെ അകത്ത് രണ്ടെണ്ണം അൺറെസ്ട്രിക്റ്റഡ് ഇൻ സൈൻ. ഇത് രണ്ടും ഈക്വാളിറ്റി ആയതുകൊണ്ട് y1 ആൻഡ് y2 അൺറെസ്ട്രിക്റ്റഡ് ഇൻ സൈൻ എന്ന് പറയും. അൺറെസ്ട്രിക്റ്റഡ് ഇൻ സൈൻ ഇതാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഇക്വാളിറ്റി, ഇവിടുത്തെ രണ്ട് കൺസ്ട്രെയിനുകൾ ഇക്വാളിറ്റി ആയതുകൊണ്ട് ഇവിടുത്തെ രണ്ട് വേരിയബിളും അൺറെസ്ട്രിക്റ്റഡ് ഇൻ സൈൻ ആയി.
ഇവിടുത്തെ വേരിയബിൾസ് എല്ലാം സാധാരണ വേരിയബിൾസ് ആയതുകൊണ്ട് കൺസ്ട്രെയിനുകളെല്ലാം മിനിമൈസേഷൻ ആയതുകൊണ്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരും. ഇതാണ് മെയിനായിട്ട് ഓർക്കേണ്ട കാര്യം. Write the dual of the following primal LP problem. Maximize Z is equal to 3x1 plus x2 plus 2x3 minus x4 subject to the constraints 2x1 minus x2 plus 3x3 plus x4 equal to 1, x1 plus x2 minus x3 plus x4 equal to 3, x1 x2 greater than or equal to 0 and x3 x4 unrestricted in sign. അപ്പോൾ നമ്മുടെ പ്രോബ്ലം മാക്സിമൈസേഷൻ ആണ്. മാക്സിമൈസേഷൻ വരുമ്പോൾ സാധാരണ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് വരേണ്ടത്. പക്ഷെ ഇവിടുത്തെ രണ്ടും ഈക്വാളിറ്റിയാണ്. അപ്പോൾ നമുക്ക് ഇത് രണ്ടെണ്ണം ഈക്വാളിറ്റി, ആകെ 2 കൺസ്ട്രെയിൻസേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഡ്യുവലിൻ്റെ അകത്ത് 2 വേരിയബിൾസേ കാണുള്ളൂ, y1 ഉം y2. 2 കൺസ്ട്രെയിനും ഈക്വാളിറ്റി ആയതുകൊണ്ട് y1 ഉം y2 അൺറെസ്ട്രിക്റ്റഡ് ഇൻ സൈൻ നമുക്ക് പറയാൻ പറ്റും. ഇനി ഇവിടെ എത്ര വേരിയബിൾസ് ഉണ്ട്? ഇവിടെ 4 വേരിയബിൾസ് ഉണ്ട്. അപ്പം ഡ്യുവലിൻ്റെ അകത്ത് 4 കൺസ്ട്രെയിൻസ് കാണും. അതിൽ 2 കൺസ്ട്രെയിന് ഓക്കെ സാധാരണ പോലെ തന്നെ വരും. മിനിമൈസേഷൻ ആയതുകൊണ്ട് നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരും. പക്ഷേ x3യും x4ഉം അൺറെസ്ട്രിക്റ്റഡ് ഇൻ സൈൻ ആയതുകൊണ്ട് 3ാമത്തെയും 4ാമത്തെയും കൺസ്ട്രെയിനുകൾ നമുക്ക് ഇക്വാളിറ്റി ഫോമിൽ വരും. അപ്പം നമുക്കത് ആദ്യം എഴുതാം. സിൻസ് the primal has only 2 constraints, the dual has 2 variables. As both the constraints are equal to type, both the dual variables are unrestricted in sign. ഇവിടുത്തെ 2 കൺസ്ട്രെയിനും ഈക്വാളിറ്റി ആയതുകൊണ്ട് നമ്മുടെ ഡ്യുവലിന്റെ 2 വേരിയബിളും അൺറെസ്ട്രിക്റ്റഡ് ഇൻ സൈൻ ആയിരിക്കും. ഇനി നമുക്ക് പറയാനുള്ളത് ഇവിടുത്തെ വേരിയബിൾസിന്റെ കാര്യമാണ്. പ്രൈമൽ ഹാസ് 4 variables. So the dual has 4 constraints. ഇവിടെ 4 വേരിയബിൾസ് ഉള്ളതുകൊണ്ട് ഇവിടെ 4 കൺസ്ട്രെയിൻസ് കാണാം. അതിൽ തന്നെ ആദ്യത്തെ 2 എണ്ണം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഫോമിൽ വരും മിനിമൈസേഷൻ ആയതുകൊണ്ട്. x3 x4ഉം അൺറെസ്ട്രിക്റ്റഡ് ഇൻ സൈൻ ആണ്. സിൻസ് x3 and x4 are unrestricted in sign, the third and fourth constraints of the dual will be of equal to type. Therefore, the dual നമുക്ക് 2 വേരിയബിൾസേ ഉള്ളൂ. മിനിമൈസ് മാക്സിമം എന്നുള്ളത് മിനിമൈസ് ആയിട്ട് മാറും. മിനിമൈസ് ZY ഈസ് ഈക്വൽ ടു 2 വേരിയബിൾസേ ഉള്ളൂ. അതിന്റെ കോയിഫിഷ്യന്റുകൾ 1 ഉം 3 ഉം വരും. മിനിമൈസ് ZY ഈസ് ഈക്വൽ ടു y1 പ്ലസ് 3y2 സബ്ജക്റ്റ് ടു നമുക്ക് ആദ്യത്തേത് x1ന്റെ ആണ് വരുന്നത്. 2y1 പ്ലസ് y2 മിനിമൈസേഷൻ ആയതുകൊണ്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇവിടുത്തെ കോസ്റ്റ് കോയിഫിഷ്യന്റ് 3. രണ്ടാമത്തേത് മൈനസ് x1 പ്ലസ് x2 മൈനസ് y1 പ്ലസ് y2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് വരും. ഇനി തേർഡും ഫോർത്തും ഇക്വാളിറ്റി ആണ് വരുന്നത്. അപ്പോൾ അത് വരുന്നത് 3y1 മൈനസ് y2 ഈക്വൽ ടു എന്ന് വരും. ഈക്വൽ ടു കോസ്റ്റ് കോയിഫിഷ്യന്റ് 2 ആണ്. അടുത്തത് x4ഉം x4ൻ്റെതും 1ഉം 1ഉം ആണ്.
അതിൻ്റെ കോസ്റ്റ് -1. അപ്പം y1 + y2 = ആണ് അവിടെയും വരുന്നത് -1 എന്ന് വരും. ഇനി നമുക്ക് പറയാനുള്ളത് y1 ഉം y2 അൺറെസ്ട്രിക്റ്റഡ് ഇൻ സൈനും ആയിരിക്കും. y1 y2 അൺറെസ്ട്രിക്റ്റഡ് ഇൻ സൈൻ ഇത്രയാണ് വരുന്നത്. അപ്പം ഇവിടുത്തെ 2 കൺസ്ട്രെയിൻസ് ഈക്വാളിറ്റി ആയതുകൊണ്ട് 2 വേരിയബിൾസും അൺറെസ്ട്രിക്റ്റഡ് ഇൻ സൈൻ ആയിരിക്കും. ഇവിടെ 2 വേരിയബിൾസ് അൺറെസ്ട്രിക്റ്റഡ് ആയതുകൊണ്ട് അവസാനത്തെ 2 ഈക്വാളിറ്റി ആയിട്ട് വരും.